സൂര്യയുടെ ഓരോ സിനിമയ്ക്ക് പോകുമ്പോഴും ഈ മനുഷ്യൻ തിരിച്ചു വരണമെന്നുള്ള പ്രതീക്ഷയിലാണ് കാണാൻ പോണത്. കാരണം നമ്മളെയൊക്കെ കോളേജ് ടൈമിൽ അത്രയേറെ നമ്മളെ ത്രസിപ്പിച്ചിട്ടുള്ള, അത്രയേറെ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. പക്ഷേ ബാക്ക് ടു ബാക്ക് ഫ്ലോപ്പാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫ്ലോപ്പുകൾ കൊണ്ട് നിരത്തേണ്ട ഒരു മനുഷ്യനെയല്ല, അയാളെ നേരെ യൂട്ടിലൈസ് ചെയ്യാനുള്ള ഗംഭീര നടനാണ്. ഓരോ സംവിധായകർ വന്നിട്ട് വച്ച് സഞ്ചിട്ടുണ്ട്. കാർത്തിക് സുബ്രാജ് വന്നപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ പുള്ളിയുടെ സിനിമയിൽ മിനിമം ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? ഞാൻ അതിലേക്ക് വരാം. ഈ പടത്തിൻ്റെ സിനിമോട്ടോഗ്രഫി ഗംഭീരമാണ്. അതുപോലെ വിഷ്വലി നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ. ഫസ്റ്റ് ഹാഫ് ഒരളവൊക്കെ വരെ നല്ല എൻഗേജിങ് ആയിട്ട് കുഴപ്പമില്ലാതൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് വന്നിട്ട് ഞാൻ പറയാം അതിലേക്ക്. ഫസ്റ്റ് ഹാഫിൻ്റെ കാര്യം പറയണമല്ലോ. സൂര്യ ചിരിക്കാത്ത ഒരു മനുഷ്യനാണ്. ജനിച്ചപ്പോൾ മുതൽ ചിരിക്കുന്നില്ല. എന്നാണ് സൂര്യയുടെ ക്യാരക്ടർ. അപ്പം എല്ലാത്തിനുമൊക്കെ ഒത്തിരി കലിപ്പിട്ടാണ് നിൽക്കുന്നത്. കാരണം അത് ഇത് പറഞ്ഞില്ലേ, ഇത് ഞാൻ കളിയാക്കി പറഞ്ഞല്ല, സിനിമയിൽ അങ്ങനെയാണ്. നമുക്ക് കല്യാണം പെണ്ണപ്പോറ എന്നൊക്കെയാണ് പറയണത്. ഡാൻസ് കളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഡാൻസ് കളിക്കുന്നത്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ. പക്ഷെ നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. സൂര്യയുടെ കൊച്ചിലത്തെ കാലഘട്ടം കാണിച്ച ചെറുക്കനും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ജോജുവിൻ്റെ ക്യാരക്ടർ നന്നായിട്ടുണ്ടായിരുന്നു, നല്ല പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. തുടക്കമൊക്കെ നല്ല രസത്തിൽ ഒരു ഓളത്തിൽ സിനിമ അങ്ങ് പോയിട്ടുണ്ട്. പാട്ട്, സന്തനക്കട്ട പാട്ട്, അവിടെ തന്നെ കുറേ സിംഗിൾ ഷോട്ട് പരിപാടികൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോറൊക്കെ വെച്ചിട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവർ ടൈമിങ് ഗംഭീരം എന്നൊക്കെ വെച്ച് നമുക്കൊരു വൗ ഫാക്ടറൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയിട്ട് ഒരു സൂര്യയുടെ ക്യാരക്ടറിന് ഒരു അല്പം ഹെവി ക്യാരക്ടറാണ്. അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ പോകുന്നുണ്ട് സിനിമയിൽ. അങ്ങോട്ട് ഇതിനെ ബേസ് ചെയ്തായിട്ട് പോകുമെന്ന് വിചാരിക്കുമ്പം അതിൽ നിന്ന് മാറി വേറൊരു കാര്യത്തിലോട്ട് പോകുന്നു, ഇതിൽ നിന്ന് മാറി വേറൊരു കാര്യത്തിലോട്ട്. പിന്നെ ചിരിയുടെ കേസൊക്കെ വന്നിട്ട് ചിരിയൊക്കെ പിന്നെ എങ്ങോട്ടൊക്കെ ചിരിയൊക്കെ ഒരു ഫാക്ടറാണ് ഈ സിനിമയിൽ. പക്ഷേ അത് ഒത്തില്ല. പിന്നെ പൂജ ഹെഗ്ഡെയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ലൂസിഫറിലെ മറ്റേ നമ്മളെ നന്ദുവിനെ പോലെയാണ്. ഒന്നും പറഞ്ഞിട്ട് അതിനൊക്കെ ബൈ എന്ന് പറയുന്നത് പലയിടത്തും ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. ക്യാരക്ടർ ഇറിറ്റേറ്റിംഗ് തന്നെയാണ്, പെർഫോമൻസ് അങ്ങനെയാണ്. മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു വേസ്റ്റ് മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ സിനിമയിലെ പോലെ വേറെ സിനിമയെ കണ്ടിട്ടില്ല. ഓരോരുത്തർക്ക് വിഗ് വെച്ച് കൊടുത്തിരിക്കുന്നത്, മറ്റേ നര വെച്ച് കൊടുത്തിരിക്കുന്നത്. അതുപോലെ പൂജ ഹെഗ്ഡെയുടെ കളർ കുറച്ചിരിക്കുന്നത് ഒരു അരോചകമായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞില്ല ഒരളവൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. സെക്കൻഡ് ഹാഫ് വന്ന സമയത്ത് പിന്നെ അങ്ങോട്ട് പ്രഡിക്റ്റബിൾ ക്ലീഷേ. ഈ പറഞ്ഞില്ലേ, ഈ പൂജ ഹെഗ്ഡെയായിട്ടുള്ള ഇൻട്രാക്ഷൻ തീരെ അങ്ങ് വർക്കൗട്ട് ആയിട്ടില്ല. അതിൽ ഒരുപാട് സമയത്ത് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്. അത് ഒരുപാട് ലെങ്തും ഉണ്ട്, നല്ല രീതിയിൽ വലിഞ്ഞവിടെ. പിന്നെ കുറേ നേരം പിന്നെ എന്തൊരു യുദ്ധം പരിപാടി ഇതൊക്കെ തന്നെ ഉണ്ട്. ഒരു തരത്തിലുള്ള ഇമോഷണലി ഈ സിനിമ കണക്റ്റ് ആവുന്നില്ല. ഇമോഷണലി ഹുക്കാവുന്ന ഒരു സീൻ പോലും സിനിമയിലില്ല. പിന്നെ കുറച്ച് സംഭവങ്ങൾ അവർ ശ്രമിച്ചിട്ടുണ്ട്, അത് ഒത്തില്ല എന്നാണ് എനിക്ക് തോന്നിയത്. എസ്പെഷ്യലി ഈ സെക്കൻഡ് ഹാഫിൻ്റെ അവസാനം വരുമ്പം ടൈലൻഡിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം ചിരി ഉണ്ടായിരുന്നു. ജയറാം വരുന്നുണ്ട്. ജയറാമിൻ്റെ ഒരു 1-2 ചിരിപ്പിക്കുന്ന സാധനം ഉണ്ടായിരുന്നു. എന്നാലും വലിയ ഒരു ക്യാരക്ടറൊന്നുമല്ല. പക്ഷേ സൂര്യയുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മലയാളത്തിൽ നിന്ന് രമ്യ സുരേഷ് ഉണ്ട്. രമ്യ സുരേഷ് ഇവിടുത്തെ ഒരു പ്രോമാക്സ് വെർഷനാണ്. പിന്നെ വിധു എന്നൊരു പയ്യുണ്ട് കേട്ടോ. അത് ഒരു കോൾ മീ ഷസാം ഫ്രം മീഷോ. അവൻ വന്ന് എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട്. പിന്നെ നാസർ, അത് വേറൊരു കോമഡി പീസ്. ഇങ്ങനെ കുറേ കോമഡി പീസുകൾ ഈ സിനിമയിലുണ്ട്. അവർ കോമഡി ആയിട്ടാണ് ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ. എനിക്കെന്തായാലും കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഈ സായിപ്പന്മാരെ ആഫ്രിക്കക്കാരെ കാണിക്കുമ്പം ഇപ്പോൾ നമ്മൾ എമ്പുരാനിൽ ഇതൊക്കെ ആണെങ്കിലും അവന്മാർ ഒരു ലൈഫ് ഉണ്ടായിരുന്നു. നമ്മൾ ഇംഗ്ലീഷ് സിനിമയിൽ അവർ പെർഫോം ചെയ്യും പോലെ അഭിനയിക്കും പോലെ ഇതിലൊക്കെ അവന്മാരൊക്കെ അഭിനയം വളരെ ഇങ്ങനെ മോശം. ഈ വിദേശികളെ കാണിക്കുമ്പം എല്ലാം ഒരു മറ്റേ തെലുങ്ക് സിനിമയിൽ വില്ലന്മാർ കാണിക്കുമ്പോഴത്തെ പരിപാടിയാണ് ഇതിൽ സായിപ്പന്മാർ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ പിന്നെ ഫൈറ്റ് വരുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫിലും ഉള്ള ഫൈറ്റുകളൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഒരു കുച്ചിയടിയുണ്ട് സൂര്യയുടെ, അത് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ പിന്നെ വരുമ്പോൾ പിന്നെ മറ്റേ ഇത് തന്നെ മറ്റേ തെലുങ്ക് പടത്തിൻ്റെ ഫൈറ്റുകൾ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ അങ്ങോട്ട് പോയി. പിന്നെ ഇതൊക്കെ തന്നെ ജന്മി, കുടിയാൻ, ജാതി, ഗ്ലാഡിയേറ്റർ ഫ്രം നാപ്റ്റോൾ, ഈ പരിപാടി ഇതൊക്കെ വന്നിട്ട് എന്തിനു പറയാം. ഈ പടം എനിക്ക് തോന്നല്ല ഇതും രക്ഷപ്പെടുമെന്ന്. എനിക്ക് തീരെ കണക്റ്റ് ആയിട്ടില്ല ഈ സിനിമ. സെക്കൻഡ് ഹാഫ് വർക്കായിട്ടില്ല. അവരെന്തൊക്കെയോ ഉദ്ദേശിച്ചിട്ടുണ്ട്, എനിക്കങ്ങോട്ട് കണക്റ്റ് ആയില്ല. ഞാൻ കണ്ട തിയേറ്ററിൻ്റെ കുഴപ്പമാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഒരു നല്ല തിയേറ്ററിൽ ഈ പടമില്ല. ഓഡിയോയിൽ ഫാൻ ഷോ നമുക്ക് കിട്ടില്ല. ഏരീസ് ഓടി 2-ലാണ് കണ്ടത്. അവിടുത്തെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വലിയ മെച്ചമില്ല. പലയിടത്തും ഈ പാട്ട് അടിക്കായിട്ട് ഫീൽ ചെയ്ത് ഇറിറ്റേറ്റിംഗ് ആയിരുന്നു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പിന്നെ ഒരാൾ സുജിത് ശങ്കറിന് അത്യാവശ്യം റോളുണ്ട് കേട്ടോ, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതിൽ അല്പം ചിരിപ്പിച്ച സാധനം സുജിത് ശങ്കറാണ്. പിന്നെ പ്രകാശ് രാജ് വന്ന് എന്തൊക്കെയോ ചെയ്തിട്ട് പോകുന്നുണ്ട്. സ്വാസിക ഒരു റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ തന്നെടായി എന്തിനു പറയാ. മൊത്തത്തിൽ ഈ ഒരുപാട് സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള ക്ലീഷേ ജന്മി കുടിയാൻ പരിപാടികളൊക്കെ വേറെ രീതിയിൽ ഒരു മാഷപ്പ് പോലത്തെ പരിപാടിയാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഇയാളുടെ പല പടത്തിൻ്റെ ഫ്ലേവർ കയറി വരുന്നുണ്ട്. വേറെ കുറേ പടത്തിൻ്റെ ഫ്ലേവർ വരുന്നുണ്ട്. ബാഹുബലിയുണ്ട്, ഇങ്ങനെ കുറേ സിനിമകളുണ്ട്. ഗ്ലാഡിയേറ്റർ ഒരു സാധനം അയാൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് ഹാഫും പിന്നെ കുറേ സീനുകളും കുത്തിക്കയറ്റിയിട്ടുണ്ട്. ഒരു ലവ് ട്രാക്ക് അതിൻ്റെ ഇടയിൽ പോകുന്നുണ്ട്. ലവ് ട്രാക്ക് തീരെ ക്രിഞ്ചായിപ്പോയി.
ഒരു തരത്തിലും ഇമോഷണലി കണക്റ്റ് ആവുന്നില്ല. അതുവരെ പലയിടത്തും അത് വെറുപ്പിക്കലായിട്ടാണ് ഫീൽ ചെയ്തത്. ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. എനിക്ക് പേഴ്സണലി ഒട്ടും സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത, എന്നാ പറഞ്ഞാൽ ഒരു അപരാധം ലെവലിലൊന്നും പോയിട്ടുള്ള സിനിമയൊന്നുമല്ല. വേണമെങ്കിൽ ഒരു തവണ തിയേറ്ററിൽ പോയി കാണാമെന്ന് തോന്നുന്നു. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.